നമസ്കാരം. കേരളമൊട്ടാകെ മയക്കുമരുന്നിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്, ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഒരിക്കലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത തരം വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ ആൾക്കാരും, നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും, നമ്മുടെ പോലീസ് മേധാവികളായാലും, എക്സൈസ് വകുപ്പായാലും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നിന്നാൽ മാത്രം, അഹോരാത്രം പ്രയത്നിച്ചാൽ മാത്രമേ ഈ പറയുന്ന മയക്കുമരുന്ന് സെല്ലേഴ്സിനും അത് വാങ്ങിക്കുന്നവർക്കും ഒരു അറുതിയും ശമനം ഉണ്ടാകത്തുള്ളൂ. കാരണം ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇപ്പോഴാണ് ഇതിന്റെ പേരിൽ അപകടങ്ങളും കൊലപാതകങ്ങളും സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊലപ്പെടുത്താൻ തുടങ്ങിയ നരാധമന്മാരായി ഈ മയക്കുമരുന്ന് അഡിക്റ്റുകൾ മാറിയപ്പോൾ മാത്രമാണ് നമ്മുടെ കേരളം ഇതെല്ലാം തിരിച്ചറിയുന്നത്. ഇപ്പോൾ തേർഡ് ഐ ന്യൂസിന് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത കോട്ടയം പാല ഉള്ളനാട്ടിൽ നിന്നാണ്. ഉള്ളനാട്ടില് മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ ജിതിൻ, കണ്ണൻ എന്ന പേര് വിളിക്കുന്ന ജിതിൻ എന്നൊരാളെ 300 വയലുകളായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഏതാണ്ട് മെഫെറ്റർമൈൻ എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ താഴുന്നതിന് പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന, നമ്മുടെ രക്തത്തിൽ ഞരമ്പുകളിൽ കുത്തിവെക്കുന്ന ഒരു മരുന്നാണ്. ഇതിന്റെ ഒരു വകഭേദം ബ്രൗൺ ഷുഗർ ആയിട്ട് ഉപയോഗിക്കുന്നു. ആ ഒരു സംഭവമാണ് ഇന്ന് പിടിച്ചെടുത്തത്. ശരിക്കും ഇത് നല്ല വിലയുള്ള, വെറും 140 രൂപയുള്ള ഈ മരുന്ന് 500-600 രൂപയ്ക്കാണ് ഈ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഞരമ്പുകളിൽ കുത്തിവെക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇതുമൂലം വളരെ 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 നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യാവുന്ന, വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, വളരെ അപകടകരമായിട്ടുള്ള രോഗങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ. എന്തായാലും ഈ ഉള്ളനാട്ടിൽ നിന്ന് ജിതിനെ പിടിച്ചതോടുകൂടി തന്നെ ഒരുപാട് സംഘങ്ങളും കണ്ണികളും ഇതിൽ പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അന്യദേശ തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഈ ബുദ്ധി ഇവര് പഠിക്കുന്നതിനോ നാടിന് നന്മയ്ക്കോ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്രമാത്രം സമ്പൽസമൃദ്ധമായി മാറുമായിരുന്നു. ഡ്രഗ് പെഡലേഴ്സായി നമ്മുടെ യുവാക്കൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ ഉള്ളനാട്ടിൽ നിന്ന് ഇത്രയും പിടിച്ച ഈ ഡ്രഗ്സ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. ഇത് പിടിച്ചത് ഈ റെയ്ഡിൽ പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബി, എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ബബിത കെ വാഴയിൽ, താര എസ് പിള്ള, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി, പ്രിവന്റീവ് ഓഫീസർ മനു ചെറിയാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ്, അക്ഷയ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത CB, സിവിൽ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു VR എന്നിവരാണ് ഈ ഒരു വേട്ടയിൽ പങ്കെടുത്തത്. എന്തായാലും അവർ അതിവിജയകരമായി തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യുകയും ഇവനെ ഈ പറയപ്പെടുന്ന ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു. ശരിക്കും കോട്ടയം എന്ന നഗരം മയക്കുമരുന്നിൽ ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹ സൽക്കാരത്തിൽ ഡ്രഗ് വിതരണം. അതായത് നമ്മൾ ആലോചിക്കണം, അത് എത്രമാത്രം ഡീപ്പസ്റ്റ് ആയിട്ട് നമ്മുടെ കോട്ടയത്തെ മാത്രം, ഇത് കോട്ടയത്തെ ഒരു വാർത്ത ആയതുകൊണ്ടാണ് നമ്മൾ കോട്ടയം കേന്ദ്രീകരിച്ച് പറയുന്നത്. കേരളമൊട്ടാകെ മയക്കുമരുന്നിന്റെ പിടിയിൽ അമരുമ്പോഴും കോട്ടയം എന്നും അധ്വാനിക്കുന്ന യുവാക്കളുടെ ഒരു നാടായിട്ടാണ് അറിയപ്പെടുന്നത്. മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ലഹരിക്കോ അടിമപ്പെടുന്ന യുവാക്കളല്ല എന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. കൂടുതലും അവർ ബിസിനസ്സുകാരായിട്ടുള്ള, സ്വന്തം തോട്ടത്തിൽ പണിയെടുക്കുന്ന, റബ്ബറിന്റെ നാടായ കോട്ടയത്തിലെ യുവാക്കൾ എപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്ന ഈ സ്മാർട്ടായിട്ടുള്ള ചങ്കുകളായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അലസന്മാരായും ഡ്രഗ് പെഡലേഴ്സുകളായും ഡ്രഗ് അഡിക്റ്റുകളുമായിട്ടും കോട്ടയത്ത് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ഈ ലഹരി വേട്ടയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിവാഹ സൽക്കാരങ്ങളിൽ വരെ മയക്കുമരുന്നുകൾ, MDMA പോലുള്ള മയക്കുമരുന്നുകളാണ്, വെറും കഞ്ചാവല്ല, മയക്കുമരുന്നുകളാണ് മദ്യത്തിനോടൊപ്പം വിതരണം ചെയ്യുന്നത്. കോട്ടയത്ത് അച്ചായന്മാർ അധ്വാനിച്ചു കഴിഞ്ഞ രാത്രിയിൽ ഒരു പെഗ് അടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ സിനിമകളിലൂടെ കാണാറുണ്ട്. അത് ശരിയാണ്. ആർക്കും ഉപദ്രവമില്ലാതെ അച്ചായന്മാർ അവരുടെ റബ്ബർ തോട്ടത്തിലെ പണിയും കഴിഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് 1-2 പെഗ് അടിക്കുന്ന കഥകൾ നമ്മൾ കോട്ടയം അച്ചായന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കോട്ടയത്ത് അങ്ങുള്ള അച്ചായന്മാരില്ല, അല്ലെങ്കിൽ അത് അവര് ഈ പറയപ്പെടുന്ന പോലെ അവരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കോട്ടയത്തെ 2K കിട്ട് കാണിക്കുന്ന തോന്നിവാസമാണ് തേർഡ് ഐ ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ കോട്ടയം പാല, അങ്ങനെയുള്ള പാല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തോട്ടത്തിന്റെയും കൃഷിയുടെയും റബ്ബറിന്റെയും ഒക്കെ നാടാണ്. പക്ഷേ അവിടെയൊക്കെ യുവാക്കൾ ഇങ്ങനെയുള്ള ലഹരി മരുന്നുകൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണമാണ് ഇന്ന് പാല ഉള്ളനാട്ടിൽ നടന്ന റെയ്ഡ് എന്ന് പറഞ്ഞത്. എന്തായാലും പോലീസ് അതിവിദഗ്ധമായി തന്നെ, പ്രത്യേകിച്ചും കോട്ടയത്തെ എക്സൈസ് വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം സജീവമായിട്ട് തന്നെ ഈ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാ ജില്ലകളിലും ഇതുപോലെ റെയ്ഡുകളും കൃത്യമായ അറസ്റ്റുകളും അതിനെതിരായിട്ടുള്ള നടപടികളും സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഓരോ ജില്ലകളിലെയും, കോട്ടയം ഉൾപ്പെടുന്ന ഓരോ ജില്ലകളിലെയും ഈ മയക്കുമരുന്ന് പെഡലേഴ്സിനെയും മയക്കുമരുന്ന് റിസീവ് ചെയ്യുന്ന ആൾക്കാർ, ഇത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. കഴിഞ്ഞിടയ്ക്കാണ് ഒരു പെൺകുട്ടിയെ പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ റെയ്ഡ് നടത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനുള്ള തടയിടുകയും ചെയ്താൽ എല്ലാ ജില്ലകളിലെയും 2K കിഡുകളും യുവാക്കളും ഈ ലഹരിയിൽ നിന്ന് മോചിതമാകുമെന്നും ഒരു ലഹരി വിമുക്ത കേരളമായി നമ്മൾ മാറണമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാവണം ഓരോ ഡിപ്പാർട്ട്മെന്റും ഇതിനുവേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യേണ്ടത്. നന്ദി.